ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന, സിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച്. നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും. അപ്പോൾ എന്താണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നോക്കാം. ഒരു കൂട്ടം ഫാറ്റി ആസിഡ്സുകളെയാണ് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പോലെ 6 9 ഉണ്ട്. അപ്പോൾ 6 ഒരിക്കലും കുറയാറില്ല, പക്ഷെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വേണം. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒരുപാട് നമ്മുടെ ശരീരത്തിൽ കൂടാൻ പാടില്ല, എല്ലാം ഈക്വൽ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് അളവിൽ നമ്മൾ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് രണ്ട് സോഴ്സിൽ നിന്ന് കിട്ടും. ഒന്ന് വെജിറ്റബിൾ സോഴ്സിൽ നിന്നും, ഒന്ന് വെജിറ്റേറിയൻ അല്ലാത്ത സോഴ്സിൽ നിന്നും. വെജിറ്റബിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ ചില സസ്യ എണ്ണകൾ, അതുപോലെ തന്നെ കടുകെണ്ണ, അതുപോലെ ചീര, ക്യാബേജ്, ചെനവിത്ത്, മുളപ്പിച്ച പയറ്, അവക്കാഡോ ഫ്രൂട്ട്, ഇതിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നോൺ വെജിലേക്ക് വരുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ, ചാള, അയില, ചൂര, ഇതിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനെണ്ണ അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇപ്പോൾ സസ്യ സോഴ്സിൽ നിന്നാണെങ്കിലും ശരി, അല്ലാതെ നോൺ വെജ് സോഴ്സിൽ നിന്നാണെങ്കിലും ശരി, കഴിക്കുന്നത് വഴി നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനും അറ്റാക്കൊക്കെ കുറയ്ക്കാനും കഴിയുന്നുണ്ട്. പിന്നെ നാഡി സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കാണെങ്കിലും ശരി, കണ്ണിന്റെ നാഡികൾക്കൊക്കെ ആണെങ്കിലും ശരി, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും ഇൻഫ്ലമേഷനും കുറയ്ക്കാനും വാദസംബന്ധമായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനാണെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ട് നല്ല ഈക്വൽ എമൗണ്ടിൽ തന്നെ എടുത്തു വരികയാണെങ്കിൽ ഡിപ്രഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ വല്ലാതെ ബാധിക്കും. ആ ഡിപ്രഷൻ പോലത്തുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറയ്ക്കാനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ അത് ഈക്വൽ എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും വളരെ നല്ല രീതിയിൽ തന്നെ നല്ലതാണ്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അളവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വല്ലാതെ ദോഷകരമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനും അതുപോലെ തന്നെ പല്ലിൽ നിന്ന് ബ്ലഡ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ഓവറായി നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ വരാനും ദഹനം ശരിയാവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി പോലത്തുള്ള പ്രശ്നങ്ങളും പുളിച്ചു തേട്ടലും ഉണ്ടായേക്കാം, തല കറക്കം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാലൂസിനേഷൻ പോലെ ഒരു മെമ്മറി ലോസും കാര്യങ്ങളൊക്കെ ഓവറായി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടായേക്കാം. പക്ഷെ ഇത് കറക്റ്റായ അളവിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെമ്മറി പ്രവർത്തനത്തിനാണെങ്കിലും ശരി, എല്ല് പൊടിയുന്നതിനും എല്ല് തേയ്മാനത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം കാൽഷ്യം സപ്ലിമെന്റിന്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ പറയാറുണ്ട്. ഇപ്പൊ എല്ലൊക്കെ പൊട്ടി പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിലും ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതൊരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.